ചൂരൽമലയിലെ ചായക്കടയിൽ നിന്ന് ഉരുൾപൊട്ടലിൻ്റെ തലേന്നാൾ മധുരമുള്ള ചായക്കൊപ്പം ഒരു നിറച്ചിരി കിട്ടിയതിൻ്റെ സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ സുർജിത്ത് അയ്യപ്പത്ത് കൽപ്പറ്റയിലേക്ക് മടങ്ങിയത്. സുർജിത്തിനൊപ്പം ഞങ്ങളുടെ വാർത്താ സംഘം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, വയനാടിലാണ് സുർജിത്തിൻ്റെ ചുമതല. ഹൃദയം, വയനാടെന്ന മനോഹരമായ മണ്ണ് ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കൊരുത്തു കിടക്കുന്നതായി നമുക്ക് ഈ ദുരന്ത സമയത്ത് ഫീൽ ചെയ്യുന്നു. ചൂരൽമല ചാലമ്പാടം ഉബൈദിൻ്റെ മകൾ ഇർഷാനയായിരുന്നു അന്ന് ആ കടയിലെ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നത്. ഉരുൾപൊട്ടലിൻ്റെ 4 നാൾ മാത്രം മുമ്പ് തുടങ്ങിയ ആ കട ഇന്ന് നാമാവശേഷം. ഫ്രണ്ട്സ് എല്ലാവരും പോയി. എങ്ങനെ ഇനി സ്കൂൾക്ക് പോവാന്നറിയില്ല. ഇങ്ങോട്ടേക്കും എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിനെ. ബസ്സിലൊക്കെ ഒരുമിച്ച് ഇനി എങ്ങനെ പോവാന്നറിയില്ല. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇനി ബസ് കയറിയൊക്കെ പോകുമ്പോൾ ഫുൾ മിസ് ചെയ്യും എല്ലാവരും. മേപ്പാടി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ ഇർഷാനയെ ഞങ്ങൾ കണ്ടത് ഈ കടയുടെ ക്യാഷ് കൗണ്ടറിലാണ്. നിറഞ്ഞ ചിരി നൽകി ഞങ്ങളെ യാത്രയാക്കിയ ഈ പെൺകുട്ടി ഇപ്പോൾ വിതുമ്പൽ അടക്കാനാവാതെ നിൽക്കുകയാണ്. കൂട്ടുകാരിൽ പലരെയും ഉരുളെടുത്തു. ഉബൈദ് മൈസൂരുവിൽ ഹോട്ടൽ പണിയെടുത്തുണ്ടാക്കിയ പണം മിച്ചം പിടിച്ചാണ് ഉരുൾപൊട്ടലിന്റെ 4 നാൾ മുമ്പ് ചൂരൽമല ജംഗ്ഷനിൽ ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങിയത്. അതിപ്പോൾ ഈ വിധമാണ്. പാടെ തകർന്ന കടയ്ക്ക് മുന്നിൽ സൈനികരുടെ ക്ലിനിക്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഇനി മുന്നോട്ട് എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചാൽ ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ ഇല്ല അങ്ങനത്തെ ഒരു ജീവിതം. ശരിക്കും മരിച്ചു പോയിന്നെങ്കിൽ അങ്ങനെ പോയി അങ്ങോട്ട് സമാധാനിക്കായിരുന്നു. അങ്ങനെയായിരുന്നു നല്ല. ഇപ്പോൾ ഈ ജീവിതം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല സത്യത്തിൽ. വീടുമായി ബന്ധപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടു. കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന 38,000 രൂപയും ഉരുൾപൊട്ടിയൊലിച്ചതോടെ കാണാതായി. ഞാൻ ഇത്രയും കാലം നയിച്ചതെല്ലാം കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഇനി എങ്ങനെ എൻ്റെ കുട്ടികളെ പണ്ടവും എല്ലാം ഒന്നുമില്ല. എനിക്ക് അന്ന് ആ കച്ചവടം ചെയ്ത് കയറിയ ഗൂഗിൾ പേയിലാണ് ഞാൻ ഇത്രയും ദിവസം ജീവിച്ചത്. എൻ്റെ എല്ലാ പൈസയും അവിടെ വെച്ചു. 38,000 റുപ്യ ഉണ്ടായി. പിന്നെ വൈഫിൻ്റെ കയ്യിൽ കുറച്ച് ചില്ലുണ്ടായി. അത്രയും അവൾക്കറിയില്ല. എല്ലാം ഇവിടെ വെച്ചു. ഒരു പേപ്പർ എൻ്റെ അടുത്തില്ല. ഭാര്യയും 2 മക്കളും ഉൾപ്പെട്ടതാണ് ഉബൈദിൻ്റെ കുടുംബം. എന്തു ചെയ്യണം മുന്നോട്ടുള്ള യാത്രയ്ക്ക് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന മനുഷ്യരിൽ ഇവരും. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.